ഏത് തരത്തിലുള്ള അന്തർധാരയാണ് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു, ഇവിടെ സമ്മർദ്ദമുണ്ടാകും, എൽ ഡി എഫിൽ നിന്നുള്ള സമ്മർദ്ദം, പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകും, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാൻ വരികയില്ല എന്ന്. അത് ശരിയായി വരുന്നതിൻ്റെ ഒരു സൂചന നിങ്ങൾക്കും കിട്ടുകയാണല്ലോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ ലാഭമുണ്ടാകാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു അന്തർധാര രൂപപ്പെട്ട് വരുന്നതിൽ നേട്ടമുണ്ടാകുന്നത് ആർക്കാണ്? അത് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ? മഞ്ജുഷ, ആദ്യ ദിവസ ചർച്ചയിൽ തന്നെ ഞാൻ ഈ അഭിപ്രായം നിങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞതാണ്. കാരണം ദേശീയ തലത്തിൽ സി പി എം സമ്മർദ്ദം ചെലുത്തും, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്നുള്ള അത് യാഥാർത്ഥ്യമാണ്. അന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില രാഷ്ട്രീയ നാടകങ്ങൾ അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ ഐ സി സി എന്ത് പാപ്പരത്വമാണ് എന്ന് നോക്കുക. എ ഐ സി സിയുടെ പ്രസിഡൻറ്റിനെ അദ്ദേഹം എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് വേറെ കക്ഷികൾ അവരുടെ മുന്നണിയിൽ പോലും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. മുന്നണിയിൽ പോലും ഇല്ലാത്തൊരു കക്ഷിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നതെങ്കിൽ, അങ്ങനെ സ്വന്തമായൊരു തീരുമാനം പോലും മത്സരിക്കുന്നതിന് എടുക്കാൻ കഴിയാത്ത ആളാണ് മോഡിക്കെതിരായിട്ട് ദേശീയ തലത്തിലൊരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ ജനങ്ങളെ ഒരു വെല്ലുവിളിയാണ്, ഈ രാജ്യത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പാപ്പരത്വമാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ വാഴക്കൻ പറഞ്ഞൊരു കാര്യം, ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്ന 3-4 സീറ്റിൽ ഒന്നാണ്, വേറെ തമിഴ്നാട്ടിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് ഈ പ്രഖ്യാപനം വന്ന അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ഈ പ്രഖ്യാപനം വന്നപ്പോൾ ആ സ്റ്റേറ്റുകളിലൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ. തമിഴ്നാട്ടിൽ പ്രശ്നം ഉണ്ടായോ? അവിടെ ആണെങ്കിൽ സഖ്യകക്ഷിയാണല്ലോ, സി പി എം സഖ്യകക്ഷിയാണ്, DMK കക്ഷിയാണ്. അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ ആഹ്ലാദ പ്രകടനം ഉണ്ടായില്ലല്ലോ. കർണാടകയിൽ അങ്ങനെയാണെങ്കിൽ വളരെ വലിയ രീതിയിലൊരു സ്വീകരണവും അല്ലെങ്കിൽ സന്തോഷം പറഞ്ഞ ഒരു ആവേശം കാട്ടി ഞങ്ങൾ അതാണ്. പിന്നിൽ എന്തെങ്കിലും ഉണ്ട്, അതുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്രയും ആവേശം വന്ന കാരണം ഇത് വെറുതെ AICC ഓഫീസിൽ കേട്ട ഒരു അശരീരി അല്ല, ഇത് ഉറപ്പായൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് എന്തുകൊണ്ട് പുറകോട്ട് പോയി എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നം. ആ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള കോമ സഖ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ നിലനിന്ന് പോകുന്നത്, അവരുടെ ഇപ്പോൾ വാഴക്കൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, ജീവൻ മരണ പോരാട്ടമാണ്. ദേശീയ പാർട്ടി എന്നുള്ളതെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി എന്ന് പറയാൻ പോലും കഴിയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റ് ഇവിടെ കിട്ടണം. അപ്പോൾ ഈ കേരളത്തിൽ അവർക്ക് എന്തെങ്കിലും ക്ലച്ച് പിടിക്കണമെങ്കിൽ വേറെ ഒരിടത്തുമില്ല. ക്ലച്ച് പിടിക്കണമെങ്കിൽ ഈ BJP വിരോധവും മോഡി വിരോധവും കോൺഗ്രസ് വിരോധവും പറഞ്ഞാലേ പറ്റൂ. അപ്പോൾ അത് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട് മോഡിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് പ്രചരണം നടത്തി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിട്ട് പിന്നെ ഈ ആവശ്യം ഉന്നയിക്കാൻ പറ്റുമോ? ഈ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്കുള്ള ഒരൊറ്റ കാര്യം, ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രചരണ ആയുധം നഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ കച്ചവടം പൂട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് 2-3 സീറ്റ് കിട്ടേണ്ടത് ഇല്ലാതാക്കരുത്, നിങ്ങളിവിടെ മത്സരിക്കരുതേ എന്നുള്ള ഒരു ദയനീയ സ്ഥിതിയാണ്. അത് സമ്മർദ്ദ തന്ത്രത്തിൽ DMK കൊണ്ട് പറയിപ്പിച്ചു, സ്റ്റാലിൻ പറഞ്ഞു, നമ്മുടെ ശരത് പവാറെ കൊണ്ട് പറയിപ്പിച്ചു, യെച്ചൂരിയെ കൊണ്ട് പറയിപ്പിച്ചു. അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ജനങ്ങളോട് പറയുക. ഇതേ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ സജീഷിൻ്റെ പാർട്ടി അല്ലെങ്കിൽ വാഴക്കൻ്റെ പാർട്ടി ഈ അടുത്ത ദിവസം ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, തമിഴ്നാട്ടിലെ പോസ്റ്ററിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ സ്റ്റാലിനുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്. ആ ആളുകളാണ് തൊട്ടിപ്പുറത്ത് ഒരു അതിരിന് ഇപ്പുറത്ത് വന്നു നിന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളെ തിന്നാൻ നടക്കുന്ന പാർട്ടിയാണ്, ഞങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന പാർട്ടിയാണ്, രാഷ്ട്രീയ ഫാസിസം നടപ്പിലാക്കുന്ന പാർട്ടിയാണ്. അതേപോലെ ഈ കോൺഗ്രസിൻ്റെ നയങ്ങളെയൊക്കെ തകർക്കണം, കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം തകർക്കണം എന്നൊക്കെ പ്രചരണം നടത്തുന്നത്. നിങ്ങളുടെ ഉദ്ദേശം മോഡിയെ താഴെയിറക്കുക എന്നുള്ളത് രണ്ട് പാർട്ടികളുടെ ഉദ്ദേശമാണ്. കേരളത്തിലെ സാഹചര്യം ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം വരുന്നത്. അതിന് അല്ലല്ലോ, അപ്പോൾ ഒരു പാർട്ടി മാറിക്കൊടുക്കുക, ഞങ്ങൾ മുഴുവൻ സീറ്റും നേടിക്കോട്ടെ, അങ്ങനെ വെക്കുവാൻ പറ്റില്ലല്ലോ. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പൊ കോൺഗ്രസ് ഇവിടെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വരുമ്പോ ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷി, അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടും, നിങ്ങൾ മാറി തരണം എന്ന് പറയുന്ന യുക്തി ഈ CPM-ന് മറ്റു സംസ്ഥാനങ്ങളിലും വേണ്ടേ? അവിടെ എന്താ BJP-യും കോൺഗ്രസുമായി മുഖാമുഖം വരുന്ന, അല്ലെങ്കിൽ BJP-യും വേറെ ഏതെങ്കിലും കക്ഷിയുമായി മുഖാമുഖം വരുന്ന സ്ഥലത്ത് അവിടെ BJP-ക്ക് ജയിക്കാൻ സൗകര്യമൊരുക്കി ഇവർ 3ാമത് മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്നത് എന്താ? ആ നിലപാട് അവിടെ എടുക്കണ്ടേ? ഇവിടെ ഞങ്ങളുടെ സ്ഥാനവും ഞങ്ങളുടെ നിലനിൽപ്പും അതിനെ സേഫ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPM
മറ്റു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ മേജർ പ്രതിപക്ഷ കക്ഷി അല്ലെങ്കിൽ അവിടുത്തെ ഭരണകക്ഷിക്ക് എതിരായി മത്സരിക്കുന്നതിനാ BJPക്ക് അനുകൂലമായി സാഹചര്യം ഉണ്ടാക്കുന്നതിനാ? അപ്പോൾ അതൊരു ഇരട്ടത്താപ്പല്ലേ? അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ഈ അവസരവാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, ഇവിടുത്തെ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയമാണ്. ഇവിടെ ഞങ്ങൾക്ക് നിൽക്കണം, 1-2 സീറ്റ് കിട്ടണം, അതിന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ലോക്സഭയിൽ പരമാവധി അംഗങ്ങളെ എത്തിക്കണം എന്നുള്ളത് CPM-ന്റെ അത് പറഞ്ഞാൽ ലക്ഷ്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി വന്ന് നിന്നാൽ ഞങ്ങളെ സീറ്റ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ വരരുതെന്ന് പറ. അത് സത്യമാണ്. നമുക്ക്